തുടർച്ചയായ ഉഷ്ണതരംഗവും മഴയുടെ ലഭ്യതക്കുറവും ഫ്രാൻസിൽ കടുത്ത വരൾച്ചാ പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുകയാണ്. രാജ്യത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയതും മഴ കുറഞ്ഞതുമായ ജൂലൈ മാസമാണ് കടന്നുപോയതെന്ന് ഫ്രഞ്ച് കാലാവസ്ഥാ ഏജൻസിയായ മെറ്റിയോ ഫ്രാൻസ് വ്യക്തമാക്കുന്നു. ഇതിന്റെ ഫലമായി ഫ്രാൻസിന്റെ 70% പ്രദേശങ്ങളിലും ജലനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ പാരീസ് അടക്കമുള്ള ഭൂരിഭാഗം മേഖലകളിലും വരൾച്ചാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന കടുത്ത ചൂടിനു പുറമെ ജൂലൈ മാസത്തിൽ പെയ്ത മഴയിൽ 70% കുറവുണ്ടായതും കൃഷി, വിനോദസഞ്ചാര മേഖലകളിൽ ജലത്തിന്റെ ഉപയോഗം ഉയർന്നതും രാജ്യത്തെ ഭൂഗർഭ ജലനിരപ്പ് സാധാരണ നിലയേക്കാൾ താഴേക്ക് പതിക്കാൻ കാരണമായി മാറിയെന്ന് ബ്യൂറോ ഓഫ് ജിയോളജിക്കൽ ആൻഡ് മൈനിംഗ് റിസർച്ച് വ്യക്തമാക്കുന്നു. കുടിവെള്ളക്ഷാമത്തിനു പുറമെ പലയിടത്തും പടർന്നു പിടിച്ച കാട്ടുതീയും കടുത്ത ചൂട് നിമിത്തമുണ്ടായ മരണങ്ങളും രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമുള്ള ക്രൈസിസ് മേഖലകളിൽ കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യം, അഗ്നിരക്ഷാ സേന അടക്കമുള്ള സിവിൽ പ്രൊട്ടക്ഷൻ എന്നിവയ്ക്ക് മാത്രമായി വെള്ളത്തിന്റെ ഉപയോഗം കർശനമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റ് ജാഗ്രതാ തലങ്ങളിലുള്ള പ്രദേശങ്ങളിൽ തോട്ടങ്ങൾ നനയ്ക്കുക, സ്വിമ്മിംഗ് പൂളുകൾ നിറയ്ക്കുക, വാഹനങ്ങൾ കഴുകുക, കാർഷിക ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 30,000-ലധികം ആളുകളെ കുടിവെള്ളക്ഷാമം നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും ഈ മേഖലകളിൽ ബോട്ടിലുകളിലും ടാങ്കർ ലോറികളിലുമാണ് കുടിവെള്ളം എത്തിക്കുന്നതെന്നും പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കി. തെക്കുകിഴക്കൻ മേഖലകളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് നിലവിലെ പ്രതിസന്ധി വിലയിരുത്താൻ മന്ത്രി അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയമായി ജലക്ഷാമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം കേവലം തീവ്ര പരിസ്ഥിതി പാർട്ടികളുടെ മാത്രം അജണ്ടയായി മാറരുതെന്നും ശക്തമായ ദേശീയ ജലനയം രാജ്യത്ത് നടപ്പിലാക്കണമെന്നും മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ ഗബ്രിയേൽ അറ്റാൽ ആവശ്യപ്പെട്ടു.